എന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? കറുകപ്പുല്ലും നത്തക്കയും കൂടി വേവിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലും ഭേദം ചോദിക്കാതിരിക്കുന്നതായിരുന്നു. അയ്യോ നോക്ക്. ഓയ്, നിന്നെ കണ്ടിട്ട് നീ കൈതിരിച്ച് ജോലിയൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, ഇതേ കൈ തിരിയുന്നുണ്ട്. ഏയ്, കൈ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചാ മാത്രം പോരടാ. ശരി, എനിക്ക് വിശക്കുന്നു. പോയി ഭക്ഷണം എടുത്ത് വെക്ക്. ചെല്ലേ ചെല്ലേ. ഓയ്, ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. ഇത്ര പെട്ടെന്ന് എടുത്ത് വെച്ചോളാ. അയ്യോ, എന്തുപറ്റി? ശക്തി, ശക്തി, എന്തുപറ്റി ശക്തി? അവൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. എന്താടി ഇത്? ഇവൻ ഇത്രയും ടാലന്റ് ഉണ്ടായിരുന്നോ? റിയലി ഹീസ് എ ഗോഡ് ഗിഫ്റ്റഡ് ഫെല്ലോ. ഭാഗ്യവനോട് കറി വെക്കാൻ പറയാതിരുന്നത്. വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ. നിക്ക്, അവനെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. എടാ രാമു, ഇത് ഓർത്തു വെച്ചോ. ദിവസം 4 നേരം ഈ ചെടിക്കെല്ലാം നല്ല പോലെ വെള്ളം ഒഴിക്കണം. അത് അധികമാവാനും പാടില്ല, കുറയാനും പാടില്ല. മനസ്സിലായോ? 4 നേരോ? പിന്നെന്താ വിചാരിച്ചേ? ചെടികളെ കൊച്ചു കുട്ടികളെ പോലെയാ. നല്ല പോലെ നോക്കണം. എന്താണ് നോക്കുന്നത്? പോ. എന്തെങ്കിലും കഴിക്കും മാഡം. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ? എനിക്ക് വിശപ്പില്ല. കാച്ചിക്കോട് മുതൽ വിശാഖപട്ടണം വരെ 16 സ്റ്റേഷൻ. ഇടയ്ക്ക് ട്രെയിന് സിഗ്നൽ കിട്ടിയ 3 നിർത്തും. മൊത്തം 16 സ്റ്റോപ്പ്. ശരി, അവന്റെ ഫോട്ടോ നമ്മുടെ പിള്ളേർക്ക് ഇപ്പൊ തന്നെ. ശരിയണ്ണ, വണ്ടി എടുക്ക്. നിൻ കള്ളക്കട്ട കണ്ണിൽ താഴെപ്പൂവോ താമരച്ചാറ്. മോനെ ശക്തി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങി പൈസ താടാ. പലിശയും കൂടി ചേർത്ത് തന്നേക്കാം. ഇങ്ങനെ ഒരുത്തൻ പൈസ ചോദിക്കുമ്പോ ഓരോ അടവ് പറഞ്ഞു മുങ്ങിക്കോളും. കുടിശ്ശിക തീർക്കാനേ. അമ്മോ, അമ്മോ, അമ്മോ. എന്തിനു രാവിലെ തന്നെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? ആരെങ്കിലും നാട് വിട്ടു പോയോ? അതെ, പോയി. അവൻ ഇവിടുന്ന് ഓടിപ്പോയി. അവനെവിടെ പോവാനാ? ആദ്യത്തെ ദിവസം തന്നെ അവന്റെ ജോലിയൊക്കെ തീർത്തില്ലേ? ആദ്യം മുതലേ എനിക്ക് അവനെ ഡൗട്ടായിരുന്നു. കൂടുതൽ സ്മാർട്ട്നെസ് കാണിച്ചപ്പോഴേ ഞാൻ സംശയിച്ചത് അവൻ ഈ പണിയും കളഞ്ഞു പോകുന്നു. അതെ, ഞാൻ അവന് വെറുതെ വിടാൻ പോകുന്നില്ല. അത് അവന് മനസ്സിലാക്കിയിട്ട് രാവിലെ തന്നെ പോയതായിരിക്കും.
ഡേയ് ഇതെന്തിനാടാ മുളയൊക്കെ പന്തല് പണി വല്ലതും എടുത്താ? ഇതുകൊണ്ട് പന്തല് മാത്രമല്ല വേറെ പലതും ചെയ്യാൻ പറ്റും. കണ്ടറിയാ. ഇവിടെയുള്ള എല്ലാ ചെടികൾക്കും 4 നേരം നല്ല പോലെ വെള്ളം ഒഴിക്കണം. ഇവന് പഠിപ്പൊന്നും ഇല്ലെങ്കിലും നല്ല ബുദ്ധിശാലിയാണെന്നാ തോന്നുന്നത്. ഈ കമ്പോച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുന്നു, കണ്ടില്ലേ? അതും ഒരു പൈസ ചെലവില്ലാതെ. അതെ. ഇവനീ ചെയ്ത പോലെ നമ്മൾ വിചാരിച്ചാലും നടക്കും 100 കാര്യങ്ങൾ. നിർത്ത്. ഇവൻ വലിയ ബുദ്ധിശാലി ആയതുകൊണ്ട് എല്ലാരും ഇവനെ തന്നെ നോക്കുന്നത്. അമ്മോ, തോട്ടത്തിൽ നിന്ന് ഇളനീര് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരെണ്ണം വെട്ടിത്തരട്ടെ? ശരി. ഇപ്പൊ എന്റെ ടാലന്റ് കാണിക്കാടാ. നിർത്തടാ, നീ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. പോ ചെല്ല് ചെല്ല് ചെല്ല്. വിട്ടോ 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 വിട്ടോ. നമ്മൾ ആരാന്നാ കരുതിയിരിക്കുന്നേ? ഒറ്റയടിക്ക് 4 പീസാവണം. കണ്ടോടാ. ഒന്നുകൂടി ട്രൈ ചെയ്യുന്നു. ആകാശവാണി ഇനി കേൾക്കാൻ പോകുന്നത് ഹൃദയഗീതങ്ങൾ. എന്താ ഇവൻ ഇങ്ങനെ നോക്കുന്ന? ഇവനെന്താ പെട്ടെന്നൊരു മാറ്റം? എന്തിനാടി രാവിലെ തന്നെ റീൽസ് ഒക്കെ എടുക്കുന്നേ? കുറച്ചു നേരത്തേക്കെങ്കിലും ഇൻസ്റ്റഗ്രാമിന് ബ്രേക്ക് കൊടുക്ക്. ശരി ശരി. ഏയ്, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അതായത് ഒരുപാട് നാളായി ആ, അതിന്? ഞാൻ ആകെ ഒരു പ്രാവശ്യം അത് ചെയ്തിട്ടുള്ളൂ. അയ്യോ, ഇവൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ, തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നല്ല മനസ്സോടുകൂടി എനിക്ക് ചെയ്തു തരുമോ? ഏയ്, മതിയാക്ക്. ഭ്രാന്താണോ നിനക്ക്? എന്തൊക്കെ ഈ പറയുന്നേ? എന്നെ പറ്റി നിനക്ക് അറിയില്ല. കരാട്ടയില് ഞാനേ റെയിൻബോ ബെൽറ്റാ. ബൊമ്മന്നൊരു കുത്തുന്ന നീ ശ്വാസം വിടില്ല. ഞാനൊരു കോഫിയല്ലേ ചോദിച്ചുള്ളൂ, എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നേ? ആ, അപ്പൊ നീ ഇത്ര നേരം ചോദിച്ചത് കോഫി ആയിരുന്നോ? ആ, ആ, നീ എന്താ വിചാരിച്ചേ? അല്ല, നീ എന്തിനാ വീട്ടിലുള്ള ആളെ പോലെ കോഫിയൊക്കെ ചോദിക്കുന്നേ? പണിക്കാരന്റെ സ്ഥാനത്ത് നിക്ക്. കുഴപ്പമില്ല, ആ പോസ്റ്റിനേക്കാൾ ഈ പോസ്റ്റാ ബെറ്റർ. അതിന് കോഫി നീ തരണമെന്നില്ല, മങ്കിയോട് ചോദിച്ചാൽ തരുമല്ലോ. എന്താ മങ്ക? കോഫി മാത്രമല്ല, ടിഫിനും ഉണ്ടാക്കി തരാം. അവളോ? എന്നെ പോലെ കോഫി ഉണ്ടാക്കണമെങ്കിലേ 10 വർഷമെങ്കിലും കോഫി ഡേയിൽ ജോലിക്ക് നിൽക്കണം. അവക്കിതൊന്നും അറിയില്ല.
ഇതുപോലെ കോഫി ഉണ്ടാക്കാനേ 15 വർഷം കോഫി ഷോപ്പിൽ ജോലി ചെയ്യണം.